ആഗോള മഹാമാരികൾ 25-ാം ഭാഗം. കോവിഡ് കാല മാനസിക പ്രശ്നങ്ങൾ തുടർച്ച. വിഷാദരോഗം കൊറോണ കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മാനസിക പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇത്. ഉറക്കക്കുറവ്, മന്ദത, വിഷാദം, ശ്രദ്ധ നിലനിർത്താൻ കഴിയാഴിക, കുട്ടികളാണെങ്കിൽ പഠനത്തിൽ പിന്നോട്ട് പോവുക, വിശപ്പില്ലാഴിക, കുറ്റബോധം, ഒടുവിൽ വിഷാദാവസ്ഥ, കലശലായ ആത്മഹത്യാ പ്രവണത എന്നിവയാണ് ലക്ഷണങ്ങൾ. ബന്ധപ്പെട്ടവരിൽ നിന്ന് കൂടുതൽ സ്നേഹവും പരിഗണനയും ഉത്തേജനവും ലഭിക്കുക എന്നതാണ് വിഷാദരോഗം ഉണ്ടാകാതിരിക്കാനുള്ള മാർഗം. ചിലപ്പോൾ ചികിത്സയും വേണ്ടിവരും. സൈക്കോളജിസ്റ്റിൻ്റെ കൗൺസിലിങ്ങും സൈക്യാട്രിസ്റ്റിൻ്റെ ഔഷധ പ്രയോഗവുമാണ് ചികിത്സകൾ. 2020 ജനുവരി 1-ാം തീയതി മുതൽ ജൂലൈ 31-ാം തീയതി വരെ കൗമാരപ്രായത്തിലുണ്ടായ ആത്മഹത്യകളുടെ കേരളത്തിൽ മാത്രമുള്ള ഒരു കണക്ക് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. 15-നും 18-നും വയസ്സുകൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉണ്ടായത്. ഇതിൽ 66% പെൺകുട്ടികളിലായിരുന്നു. 9-നും 14-നും വയസ്സുകൾക്കിടയിലുണ്ടായ ആത്മഹത്യകളിൽ 61% ആൺകുട്ടികളിലുമായിരുന്നു. നിസ്സാരമായ കാരണങ്ങളായിരുന്നു പലപ്പോഴും ആത്മഹത്യയ്ക്ക് പുറകിൽ. അധിക സമയവും മൊബൈലിൽ കളിക്കുന്നതിനും, വീട്ടിൽ അനങ്ങാതെ കുത്തിയിരിക്കുന്നതിനും, പഠനത്തിൽ ശ്രദ്ധിക്കാത്തതിനും, സഹോദരങ്ങൾ തമ്മിൽ സദാ വഴക്കിടുന്നതിനും, രക്ഷിതാക്കളെ ഒട്ടും അനുസരിക്കാത്തതിനും ഒക്കെ കൗമാരക്കാർക്ക് ശാസന കേൾക്കേണ്ടി വന്നിരുന്നു. കോവിഡ് കാലത്ത് താഴെ പറയുന്ന കാരണങ്ങളായിരുന്നു കൗമാര ആത്മഹത്യകളുടെ പിന്നിൽ കണ്ടെത്തിയത്. 1. കാരണമൊന്നും അറിയില്ല, 41% പേർ. 2. മാനസിക രോഗങ്ങൾ, വൈകല്യങ്ങൾ, 24% പേർ. 3. രക്ഷിതാക്കൾ ശാസിച്ചു, ശിക്ഷിച്ചു, 19%. 4. പ്രേമനൈരാശ്യം, 14%. 5. ഗാർഹിക പീഡനം, 12%. 6. മൊബൈൽ ഫോൺ അഡിക്ഷൻ, 12%. 7. പരീക്ഷയിൽ തോൽവി ഭയം, 7%. 8. ലൈംഗിക ചൂഷണം, 5%. 9. സഹോദര വിരോധം അല്ലെങ്കിൽ സിബ്ലിംഗ് ജലസി, 4%. ഉറ്റവരുടെ വേർപാട്, മരണം, 4%. ആത്മഹത്യാ പരീക്ഷണം, 1%. കുടുംബത്തിൻ്റെ സാമ്പത്തിക പ്രശ്നം, 1%. ആത്മഹത്യ ഏതെല്ലാം രീതികളിലായിരുന്നു എന്ന് നോക്കാം. 1. തൂങ്ങി മരണം, 85%. വിഷം കഴിച്ച്, 12%. തീയെ വെള്ളം, 7%. മറ്റുള്ളവ 5%. ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മാറഡോണ വളരെ കാലമായി വിഷാദ രോഗത്തിനടിമയായിരുന്നു. അർജൻറ്റീന ടീമിൻ്റെ പരിശീലകനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർക്ക് COVID-19 സ്ഥിരീകരിച്ച് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇതേ തുടർന്ന് മറഡോണ ഐസൊലേഷനിലായി. ഈ ദുരിതാവസ്ഥയിൽ അദ്ദേഹത്തിൽ വിഷാദരോഗ ലക്ഷണങ്ങൾ മൂർച്ഛിച്ച് 60-ാം പിറന്നാൾ ആഘോഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ വച്ച് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. അക്രമവാസന. വീട്ടിനുള്ളിൽ അടച്ചുപൂട്ടിയ ഈ അവസ്ഥയിൽ ഈ കോവിഡ് കാലത്ത് അക്രമവാസനയും പീഡനങ്ങളും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഉലച്ചിലുമൊക്കെ കൂടുതലായിട്ടുണ്ടായി. കോവിഡ് കാലത്ത് മദ്യത്തിൻ്റെ ഉപയോഗം വർദ്ധിച്ചു. ഇതുമൂലമുണ്ടായ അക്രമ സ്വഭാവവും മദ്യത്തിൻ്റെ അഡിക്ഷൻ മൂലം അത് ലഭിക്കാതെ വന്നപ്പോഴുണ്ടായ വിഷാദരോഗവും പ്രധാനമാണ്. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. COVID-19 തീവ്രവ്യാപനത്തിലായ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളും ശക്തമാക്കിയിരുന്നു. തന്മൂലം ആളുകൾ വീടും ഉപകരണങ്ങളും മറ്റുള്ള വസ്തുക്കളും സ്പർശിക്കുന്നതിന് മുമ്പും സ്പർശിച്ച ശേഷവും സാനിറ്റൈസർ ഉപയോഗിച്ച് ശുചിയാക്കാൻ തുടങ്ങി. ചിലർ
തെരുതെരെ കൈകളും ഭുജങ്ങളും മറ്റും അണുനാശിനി കൊണ്ട് വൈറസ് മുക്തമാക്കാൻ വ്യഗ്രത കാട്ടി. ഇതൊരു തുടർ നടപടിയായി തീർന്നു. ഇത്തരം അമിത ശുചിത്വ ചിന്തയും അടുക്കും ചിട്ടയും അനാവശ്യമായ രോഗഭീതിയും എപ്പോഴും ശരീരം ശുദ്ധമാക്കലും മൂലം ഒന്ന് അനങ്ങാൻ പോലും പേടിയുള്ള ഒബ്സസീവ് കമ്പൽഷൻ എന്ന അവസ്ഥ. വിചിത്രമായ ഒരു ന്യൂറോസിസ് രോഗമാണ് ഈ ഡിസോർഡർ. ഒരു ഡിസോർഡറാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. കോവിഡ് കാലത്ത് കുറച്ചു പേർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. സാധാരണ മനുഷ്യരുടെ ഇടയിൽ തന്നെ അമിത ശുചിത്വ ബോധവും അടുക്കും ചിട്ടയും ഉള്ള ചിലരുണ്ട്. സ്ത്രീകളാണ് ഇവരിൽ അധികവും. ഇതൊരു വ്യക്തിത്വ വിശേഷം ആയും വരാം.